ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ബിജെപിയുടെ നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് വൈകിട്ട് ചേരുന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നാണ് സൂചന. അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മയടക്കം 1/2 ഡസനോളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നിർണായക ചർച്ചകൾക്കിടെ ഇന്ന് വൈകിട്ട് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. BJPയുടെ 48 നിയുക്ത MLA-മാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച് ജയിൻ കില്ലറായ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, നിലവിൽ ഡൽഹിയിലെ പ്രതിപക്ഷ നേതാവായ വിജേന്ദ്ര ഗുപ്ത, ഡൽഹിയിലെ ഉജ്ജ്വല വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, ഗ്രേറ്റർ കൈലാഷിൽ മന്ത്രി സൗരഭ് ഭരദ്വാജിനെ അട്ടിമറിച്ച വനിതാ നേതാവ് ശിഖ റായ്, പൂർവാഞ്ജലി മുഖമായ വടക്ക് കിഴക്കൻ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP മനോജ് തിവാരി എന്നീ പേരുകൾ അവസാന പട്ടികയിലുണ്ട്. ഈ മാസം 13-ന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയതിന് പിന്നാലെ വലിയ ആഘോഷത്തോടെ ഡൽഹി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. പല ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുക. മധ്യപ്രദേശിനും രാജസ്ഥാനും ഛത്തീസ്ഗഡിനും സമാനമായി അപ്രതീക്ഷിതമായ ഒരു പേര് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.